യെസ്, അങ്ങനെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ഹിയറിംഗിനുള്ള രേഖ ഹാജരാക്കുന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. 2002 ലിസ്റ്റുമായി മാപ്പിംഗ് ചെയ്യാനാവാത്തവർ ജനന തീയതി, ജനന സ്ഥലം തെളിയിക്കുന്ന രേഖ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ കമ്മീഷൻ പറയുന്ന 11 രേഖകളിൽ ഏതെല്ലാം സാധുവാണെന്നതിൽ BLOമാർക്ക് ഇപ്പോഴും വ്യക്തതയില്ല. മാപ്പിംഗ് ചെയ്യാത്തവരെ BLOമാർ ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. സഫ്വാൻ VP വിശദാംശങ്ങൾ നൽകും. സഫ്വാൻ, എന്താണ് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്? ഏത് രേഖ കാണിക്കണമെന്ന കാര്യത്തിൽ BLOമാർക്ക് കൃത്യമായി ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോഴും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിയറിംഗുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് ഓരോ ബൂത്തിലും എത്ര പേർ ഹിയറിംഗിന് ഹാജരാകേണ്ടതുണ്ട്, എത്ര പേരുടെ മാപ്പിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നതൊരു ലിസ്റ്റ് കമ്മീഷൻ ഇന്നലെ BLOമാർക്ക് അവരുടെ ആപ്പ് വഴി നൽകിയിരുന്നു, നിശ്ചിത ലിസ്റ്റ് പ്രകാരം. എന്നാൽ അവർക്ക് നൽകിയ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മാപ്പിംഗ് പൂർത്തിയാവാത്തവർ ജനന സ്ഥലം, ജനന തീയതി തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ മാത്രമാണ് BLOമാർക്ക് നൽകിയിട്ടുള്ളത്. നേരത്തെ കമ്മീഷൻ ഈ SIRമായി ബന്ധപ്പെട്ട് സാധുവാകുന്ന 11 രേഖകൾ, ആധാർ, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള ഇലക്ഷൻ ID ഉൾപ്പെടെയുള്ള 11 രേഖകൾ പറഞ്ഞിരുന്നല്ലോ. ഈ 11 രേഖകളിൽ ഏതാണ് ജനന തീയതി തെളിയിക്കുന്ന രേഖ, അല്ലെങ്കിൽ ഏതാണ് ജനന സ്ഥലം തെളിയിക്കുന്ന രേഖയായിട്ട് കമ്മീഷൻ പരിഗണിക്കുന്നത് എന്ന കാര്യത്തിൽ BLOമാർക്ക് ഏതായാലും കൃത്യമായ വ്യക്തതയില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. സാധാരണഗതിയിൽ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷെ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് 1987 മറ്റും ജനിച്ച ആളുകൾക്ക്, അതിനു മുമ്പ് ജനിച്ച ആളുകൾക്ക് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത അവസ്ഥയുണ്ട്. അങ്ങനെയുള്ളവർ എന്ത് രേഖ ഹാജരാക്കണം, എന്ത് രേഖ ഹാജരാക്കിയാലായിരിക്കും ഇവരുടെ മാപ്പിംഗ് പൂർത്തിയാക്കുക എന്നുള്ള കാര്യത്തിൽ ഏതായാലും BLOമാർക്ക് തന്നെ ഒരു വ്യക്തത ഇല്ലാത്ത അവസ്ഥയാണ്. BLOമാർ ഏതായാലും അവർക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് നേരത്തെ ഈ ആളുകളെ ബന്ധപ്പെട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എന്നാണ് ഹിയറിംഗ് ഉണ്ടാവുക, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എന്താണ് നോട്ടീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഹിയറിംഗിന് വരേണ്ട ആളുകൾ ഏതെല്ലാം രേഖകൾ, നേരത്തെ കമ്മീഷൻ തന്നെ പുറത്തിറക്കിയ 11 രേഖകളിൽ ഏതെല്ലാം ആണ് ഇതിൽ സാധുവാകുന്നത് എന്ന തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന BLOമാർക്ക് ഉള്ളത്. ഏതായാലും ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. SIR നടപടിക്രമങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള ആദ്യ റിവ്യൂ മീറ്റിംഗ് ആണെന്നുള്ള പ്രത്യേകതയും ഇന്നത്തെ യോഗത്തിലുണ്ട്. പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികൾ നിലവിൽ ഉന്നയിക്കുന്നത് ഈ മാപ്പിംഗും പൂർത്തിയാക്കാത്തവരുടെ പൂർണ്ണ വിവരങ്ങൾ എങ്ങനെയാണോ ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചത് അതേ മാതൃകയിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള ലിസ്റ്റ് പുറത്തുവിടണമെന്നുള്ള ഒരു കാര്യം രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിരുന്നു. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ മാപ്പിംഗ് ചെയ്യാനാകാത്ത ആളുകളുടെ വിഷയത്തിൽ ഇടപെടാനുള്ള പരിമിതിയുണ്ട്. കാരണം BLOമാർക്ക് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കിട്ടൂ. അതിനുള്ള കൂടുതൽ വ്യക്തതകൾ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടി യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജിൽസി. ശരി സഫാൻ, അപ്പൊ എന്തായാലും ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നടക്കുമ്പോൾ അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് സിഫ്. അതായത് 2002 വോട്ടർ പട്ടികയുമായി ഇപ്പോൾ ഒരു കുടുംബാംഗത്തെ പറഞ്ഞ് മാപ്പിംഗ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പോൾ ആശയക്കുഴപ്പമായി നിൽക്കുന്നത്. 80, 85, 82 അങ്ങനെയൊക്കെ ജനിച്ച ആളുകൾക്ക് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാനില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതെങ്ങനെയാണ്, അതിന് എന്ത് രേഖയാണ് ഇനി ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെയാണ് ആ ഒരു ആശയക്കുഴപ്പം. അതെന്തായാലും വളരെ പെട്ടെന്ന് പരിഹരിച്ചാൽ മാത്രമേ ആ പറഞ്ഞ തീയതിക്കുള്ളിൽ ഈ പുറത്തായ ആളുകൾക്ക് ഈ ലിസ്റ്റ് കയറി പറ്റാൻ പറ്റുള്ളൂ.